നീ പോയിക്കോ. 1 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മതി. പറഞ്ഞു കേൾക്കൂ. നിനക്ക് ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ നീ വരില്ലായിരുന്നു. എന്റെ കുഞ്ഞെവിടെ? പേടിക്കണ്ട, അവനെന്റെ സംരക്ഷണയിലുണ്ട്. പരിഭ്രമിക്കാനൊന്നുമില്ല. ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ലോകം ഇതറിഞ്ഞാൽ നിന്റെ തറവാടിന്റെ മാനം എന്താകുമെന്ന് നിനക്കറിയാമല്ലോ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പഠിച്ചുകിട്ടില്ലാതെ കാര്യം പറയൂ. ഒന്നുമില്ല. നീ ഇതുവരെ സമ്മതിക്കാതിരുന്ന ഒരു ചെറിയ കാര്യം, ഞാനും നീയും തമ്മിലുള്ള വിവാഹം. നിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞാൽ ആരും നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാവില്ല. ഞാൻ നിന്റെ മുറച്ചെറുക്കനാണ്. നിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ദയവായി എന്റെ മോനെ എനിക്കൊന്ന് കാണിച്ചു തരൂ. എന്തിന് കാണിച്ചു തരില്ലാക്കും? അവന് നിന്നെ തന്നെ ഏൽപ്പിക്കാം. നമ്മുടെ വിവാഹത്തിന് ശേഷം മാത്രം. വിവാഹം കഴിഞ്ഞിട്ടും അയാൾ കുഞ്ഞിനെ എന്നെ കാണിച്ചില്ല. എപ്പോഴും ഓരോ കാരണം പറഞ്ഞ് അയാൾ എന്നെ കളിപ്പിച്ചു. എന്റെ ഭർത്താവാണെന്ന് അധികാരം വെച്ചുകൊണ്ട് എന്റെ സ്വത്തുക്കൾ ധൂർത്തടിച്ചു. പക്ഷേ എന്റെ കുഞ്ഞിനെ കാണിച്ചു തരാതെ എന്നോടൊപ്പം ഉറങ്ങാൻ മാത്രം അയാളെ ഞാൻ അനുവദിച്ചില്ല. മദ്യപാനികളായ കൂട്ടുകാരെ അയാൾ എന്നും എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് കൊണ്ടുവരുമായിരുന്നു. എന്റെ അച്ഛൻ പരിഭാവനമായി സൂക്ഷിച്ചിരുന്ന ബംഗ്ലാവിൽ പല രാത്രികളിലും വേശികളുടെ പൊട്ടിച്ചിരികൾ മുഴങ്ങി. ജഗമേ ചലേ ഭവനക്കി ഇത് എന്റെ ഭാര്യ മിസ്സിസ് ദേവി. കല്യാണത്തിന് മുമ്പേ പിഴച്ചു പറ്റുന്നുണ്ടാവാം. കല്യാണത്തിന് ശേഷം ഭർത്താവിന് ബെഡ്റൂമിൽ കിടത്താറില്ല. ദേവി, ഇത് മിസ് ലതിക, എന്റെ ഫ്രണ്ട്. ഗുഡ് നൈറ്റ്. Cheers. Cheers. ദേവി, വരൂ. Why don't you join us? Come on, have a drink. Just for company's sake. ഇല്ല, ഇനി ഞാൻ സമ്മതിക്കില്ല. അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്തുക്കൾ മുഴുവനും നശിപ്പിക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. അതെന്റെ സുഖത്തിന് വേണ്ടി. പിഴച്ചുപറ്റി നിന്റെ മാനരക്ഷിച്ചതിന്റെ കൂലിയാണെന്ന് കരുതിക്കോ. കുറെ കഴിയുമ്പോൾ അഡ്വക്കേറ്റ് ഇവിടെ വരും. എസ്റ്റേറ്റിന്റെ ഒരു ഭാഗം എന്റെ പേരിൽ എഴുതി വെച്ചില്ലെങ്കിൽ പിന്നെ നീ ജീവിച്ചിരുന്നെന്ന് വരില്ല. ഒരു ദിവസം രാത്രി അനിയത്തി പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്ന ദിവസം അയാൾ കണക്കില്ലാതെ മദ്യപിച്ച് വീട്ടിൽ വന്ന് കയറി. നീ എപ്പോ വന്നടി? കാലത്ത്. പരീക്ഷയെല്ലാം കഴിഞ്ഞോ? ഗുഡ്. നീ ഇനി പഠിക്കാനൊന്നും പോണ്ട. ചേച്ചിക്ക് കൂട്ടായി ഇവിടെ കഴിഞ്ഞു. ഇന്ന് ലതിക ഫ്രീ അല്ല, മോളി ഫ്രീ അല്ല, ആരും ഫ്രീ അല്ല. ഇന്ന് ഞാൻ നിന്റെ കൂടെ കിടക്കും. പുറത്തു പോകും. പോകാൻ ഇതുവരെ ഞാൻ ക്ഷമിച്ചു. ഇനിയും എന്നെ പരീക്ഷിച്ചാൽ നീ അനുഭവിക്കും. അനുഭവിച്ചോളാം. ആദ്യം മുറിയിൽ പുറത്തിറങ്ങണം.
രാജി 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 അയ്യോ രാജി 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 എന്റെ ചേച്ചി, ഞാൻ നശിച്ചു. ഇന്നലെ രാത്രി രാജേട്ടൻ എന്റെ മുറിയിൽ കയറി വന്നു. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തൃപ്തിയായില്ലേ? എന്നെ കൂടി കൊല്ലേ. എന്റെ കുഞ്ഞിനെ നിങ്ങൾ എടുത്തോണ്ട് പോയി. എനിക്ക് ആകുണ്ടായിരുന്ന അനിയത്തെ നശിപ്പിച്ചു കൊന്നു. എന്നെ ആയിട്ട് എന്തിനു ബാക്കി വയ്ക്കുന്നു? ഇനി നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. പറയൂ, എന്റെ കുഞ്ഞെവിടെ? എന്റെ കുഞ്ഞെവിടെ? പറയാ. നിന്റെ കുഞ്ഞിനെ ഒളിച്ചു വെച്ച് ഭയപ്പെടുത്തി നിന്നെ വിവാഹം കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ കൊണ്ടുപോരുന്ന വഴിക്ക് തന്നെ ആ കുട്ടി മരിച്ചുപോയി. നിങ്ങൾ കള്ളം പറയാണ്. എന്റെ കുഞ്ഞിനെ നിങ്ങൾ മനഃപൂർവ്വം കൊന്നതാണ്. ഞാൻ വിളിച്ചത് കേൾക്കാതെ അയാൾ കാറും എടുത്തുപോയി. മാനസികമായി അയാളും തളർന്നിരിക്കാം. വളരെ സ്പീഡിൽ നിയന്ത്രണമില്ലാതെ അയാൾ കാർ ഓട്ടിച്ചുകൊണ്ടുപോയി. കൊല്ലിയിലേക്ക് മറഞ്ഞ് കാറിന് തീ പിടിച്ചു. ആ അപകടത്തിൽപ്പെട്ട് എന്റെ ഭർത്താവ് മരിച്ചുപോയി. ഫാന്റാസ്റ്റിക് സ്റ്റോറി. ദേവി വിചാരിച്ചാൽ നല്ല കഥകൾ എഴുതാൻ കഴിയും. കേട്ടോ മിസ്റ്റർ ഗോപിനാഥ്, ഇവിടെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നു. ആരറിഞ്ഞു എന്റെ ഭാര്യ മലയാളത്തിലെ ഏറ്റവും നല്ല കഥയെഴുത്തുകാരിയാവില്ലെന്ന്? എന്തിനാ എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നു? ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നും. അദ്ദേഹം നല്ലവനാണ്. മേഡത്തിന് വലിയ സ്നേഹമാണ്. ഇത് പറയാനായിരിക്കും നിനക്ക് പണം തന്നോടെ നിയമിച്ചിരിക്കുന്നത് അല്ലേ? എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ജീവിക്കാൻ വേണ്ടി ഞാനിവിടെ ജോലി ചെയ്യുന്നു. അദ്ദേഹം എനിക്ക് ശമ്പളം തരുന്നു. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് ജോലി ചെയ്യാതെ എനിക്ക് ജീവിക്കാൻ പറ്റും. എനിക്കൊന്നും കേൾക്കണ്ട. എല്ലാരും ചേർന്ന് എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കാണ്. അദ്ദേഹത്തെ മേഡം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ. അദ്ദേഹം സിംഗപ്പൂരിൽ പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ വലിയ എന്തെങ്കിലും വഴക്കുണ്ടായി കാണും അല്ലേ? ഗെറ്റ് ഔട്ട്. വാദിക്കാൻ വന്നിരിക്കുന്നു. ഏതായാലും ഇങ്ങനൊരു പ്രശ്നം ഇവിടെ ഉണ്ടായത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ബിന്ദുവുമായി പരിചയപ്പെടാനും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാനും കഴിയില്ലായിരുന്നല്ലോ. എനിക്ക് പേടിയാണ്. ഇവിടെ വന്ന ദിവസം മുതൽ പേടിച്ചാണ് കഴിയുന്നത്. രാത്രിയാൽ ആ ബംഗ്ലാവിൽ എവിടെയൊക്കെയോ ചില ശബ്ദങ്ങൾ കേൾക്കാം. ഒരു ദിവസം രാത്രി മിസ്സസ് ദേവി മേനോന്റെ മുറിയിൽ നിന്ന് ഒരു പൊട്ടിക്കരച്ചിൽ കേട്ടു. ഞാൻ ചെന്ന് നോക്കുമ്പോ അവർ ആ കട്ടിലിൽ മുഖം കുനിച്ചിരുന്ന് കരയുന്നതാണ് കണ്ടത്. മരിച്ചുപോയവരുടെ ആത്മാവ് ശല്യം ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ മരിച്ചുപോയവർ തിരിച്ചു വരുന്നത് ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ബിന്ദുവിന് ഇവിടെ കഴിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മിസ്റ്റർ രാജിനോട് വിവരങ്ങളെല്ലാം പറയാം. ഒരു ചെറിയ ചടങ്ങ് നടത്തി നമുക്ക് ഒന്നിച്ച് ജീവിതം ആരംഭിക്കാം. എന്താ നീ ഒന്നും മിണ്ടാത്തെ?
എന്തിനാ ബിന്ദു വിഷമിക്കുന്നത്? ഇപ്പൊ എനിക്കതിന് സ്വാതന്ത്ര്യമില്ല. എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കരുത്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് എന്നോട് പറയാൻ പഠിക്കുന്നത്. എപ്പോഴും എന്നെ അങ്ങനെ കരുതരുത്. വരൂ.